രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കും. വിധിയെഴുത്ത് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയാണ്. ഏപ്രിൽ 26 രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ ജൂൺ 4 കേരളം ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏപ്രിൽ 4 വരെയാണ്. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാനുള്ള സമയവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. Schedule of the Lok Sabha poll, second phase. Notification will start on 28th of March and date of poll will be 26th of April. Similarly here, in case of J&K, because of the some holiday, the date of one day would be different, date of security of nomination would be different, but date of gazette notification or date of poll would be common. फेज 1 में 21 राज्य पोलिंग में जाएंगे और फेज 2 में उसमें से और राज्य जुड़ जाएंगे. सो दिस इज द मैप विच वुड बी फेज 2. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് തീയതിയായിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഏപ്രിൽ 26 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. പ്രചാരണം ഇതിനോടകം തന്നെ വളരെ സജീവമാക്കി മുന്നണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി കൂടി ആയതോടുകൂടി ആ പ്രചാരണത്തിന് ഇനി വേഗം കൂടാൻ പോകുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ശക്തി കൂടാൻ പോകുന്നു. സജീവമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും ഒക്കെ ഇറങ്ങാൻ പോകുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നണികളുടെ പ്രതീക്ഷ, ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ, അവിടെ ഇനി മുന്നണികളുടെ ഏറ്റവും ഒടുവിലായി ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ, ഇതിനൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താം ഷഫീദ് റാവുത്തർ? അർജിത്ത്, നമുക്കറിയാവുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നണികൾ സജീവമായ ഒരു സ്ഥലമാണ് കേരളം, ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ 20 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ 20-ൽ 19 UDFിന്റെ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. പക്ഷേ ഒരൊറ്റ മണ്ഡലം ആലപ്പുഴ മാത്രമായിരുന്നു LDFിനൊപ്പം നിന്നിരുന്നത്. ഇത്തവണ അതടക്കമുള്ള കാര്യങ്ങൾ, ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ LDF ഒരുപടി മുന്നേക്ക് കാര്യങ്ങൾ വെച്ചു. ഒരു മുഴം മുന്നിലേക്ക് അവർ എറിഞ്ഞു എന്നുള്ളത് ഏറ്റവും വാസ്തവമായ കാര്യമാണ്. പക്ഷേ മറ്റ് പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് UDF ക്യാമ്പും സജീവമായി. പ്രധാനമന്ത്രി അടക്കം കേരളത്തിലേക്ക് എത്തിച്ച NDA ക്യാമ്പും അവരുടെ കോൺഫിഡൻസ് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇക്കുറി കേരളത്തിലെ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏറ്റവും സുപ്രധാനമാണ്. അത് മാത്രവുമല്ല, നമുക്കറിയാം ഏപ്രിൽ 26 20 മണ്ഡലങ്ങളിലേക്കുള്ള കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കും. ഫലപ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4 2019 അവസ്ഥ നമ്മൾ പറഞ്ഞു. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത്, അതായത് സിറ്റിംഗ് എംപിമാരെ പരമാവധി പരിഗണിച്ച വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് കാര്യമായി ഉയർത്തിക്കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ അത് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി, അതാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പ് പുറത്തിറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാജ്യത്തിന് തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം LDF ക്യാമ്പ് ആകട്ടെ പൗരത്വ ഭേദഗതി നിയമം, BJPയുടെ വർഗീയ അജണ്ട, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം, ഇതടക്കം തിരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൽ CA നടപ്പാക്കിയത് ഇതിനോടകം തന്നെ സർക്കാർ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് അത് മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഇന്ത്യ സഖ്യമടക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തരത്തിൽ സജീവമാക്കും. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിക്കാനെത്തി ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത നശിപ്പിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് CPMനെ സംബന്ധിച്ച്, ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ ഭരണാനുകൂല തരംഗം ഉണ്ടാകുമെന്ന് LDF വിലയിരുത്തുന്നു. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അക്കാര്യം അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അതാണ് BJPക്കുള്ളത്. BJP പ്രധാനമായും കണ്ടുവയ്ക്കുന്നത് 2 മണ്ഡലങ്ങളിൽ, ഒന്ന് തൃശ്ശൂര്, മറ്റൊന്ന് തിരുവനന്തപുരം. ഈ 2 മണ്ഡലങ്ങളിലും കരുത്തരായ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാക്കി. തിരുവനന്തപുരത്തും അതേപോലെ തന്നെ ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ടിറങ്ങി കളം പിടിക്കാനുള്ള സജീവ നീക്കവുമായി BJP മുന്നോട്ട് പോകുന്നു. അത് അനുകൂലമായ ഘടകമായി മാറും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. പ്രധാനമന്ത്രിയുടെ അടക്കം കേരളത്തിലേക്കുള്ള വരവ് ഇക്കുറി കേരളത്തിൽ താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP ക്യാമ്പുള്ളത്. അതിനോടൊപ്പം തന്നെ നിലവിലിപ്പോൾ സമകാലികമായി ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാകും. അത് SFIക്കെതിരെയുള്ള ആരോപണങ്ങൾ, സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ, കൂടാതെ മനുഷ്യ വന്യജീവി സംഘർഷം, സാമ്പത്തിക പ്രതിസന്ധി, സപ്ലൈകോ പ്രതിസന്ധി അടക്കം നിലവിലിപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന എല്ലാ വിഷയങ്ങളും
അത് മൂന്ന് മുന്നണികളും ഒരുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കും അല്ലെങ്കിൽ സജീവ ചർച്ചയാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആർക്ക് 7 ഘട്ടമായി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, അതിൽ തന്നെ നമ്മൾ 2ാം ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്ന ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ ഒക്കെ 7 ഘട്ടങ്ങളിലും ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകാൻ പോകുന്നു. തമിഴ്നാട് ആദ്യഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നു. ഈ ഷെഡ്യൂളിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? മറ്റൊന്ന്, ഇനിയും സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ള പാർട്ടികൾ, അതുപോലെ മുന്നണികളിൽ ധാരണകൾ പൂർത്തിയാക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ചില ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന നീക്കങ്ങൾ, അതിനെയൊക്കെ എങ്ങനെയാണ് ആർക്ക് ഈ ഘട്ടത്തിൽ കാണേണ്ടത്? ആർക്ക് ഈ ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത്ര വലിയ ഒരു എതിരഭിപ്രായമൊന്നും ഏതെങ്കിലും ഒരു പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഷെഡ്യൂള് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അമേത്തിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. കാരണം ഈ ആദ്യം അമേത്തിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നെങ്കിൽ വയനാട്ടിനേക്കാൾ മുൻപ് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാം എന്ന വിധത്തിലായിരുന്നു ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ആദ്യം നടക്കാൻ പോകുന്നത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഈ വയനാട്ടിൽ ഉണ്ടാക്കുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിവിധ പരാമർശങ്ങളും വിവിധ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളും ഒക്കെ അത് അമേത്തിയിൽ പിന്നീട് BJP ആയുധമാക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ തവണയും കണ്ടിരുന്നു. അതുകൊണ്ട് അതിനേക്ക് മുതിരുമോ, അമേത്തിയിൽ ഏതെങ്കിലും വിധത്തിലൊരു തിരിച്ചടി അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസിൽ ചർച്ച ചെയ്യും അടുത്ത ദിവസങ്ങളിൽ. എന്നാൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചർച്ചകളും വേഗത്തിൽ പൂർത്തിയാക്കി ആ എല്ലാ സ്ഥാനാർത്ഥികളെയും വേഗത്തിൽ തന്നെ ഫീൽഡ് ചെയ്യിക്കാനായിട്ടാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും, അത് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും തീരുമാനിച്ചിരിക്കുന്നത്. മറുവശത്ത് BJP അവരുടെ പാർലമെന്ററി പാർട്ടി സ്ഥാനാർത്ഥി നിർണ്ണയത്തിനായിട്ടുള്ള സമിതി യോഗങ്ങൾ ഒക്കെ ഇപ്പോൾ ചേരുന്നുണ്ട്. ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഹിന്ദി ഹൃദയഭൂമിയെ മൊത്തത്തിൽ നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് അതൊരു വലിയ നേട്ടം നൽകുന്ന ഒരു വിധത്തിലേക്കായിരുന്നു. അതിനുശേഷമുണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറാനായിട്ട് പോകുന്നത്. CAA ആണ് ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് പൗരത്വ ഭേദഗതി ബില്ലിന്മേൽ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ. അത് ആണ് ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്. കർഷകരുടെ പ്രശ്നം, വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ കർഷകർ നേരിടുന്ന പ്രശ്നം, കർഷകർ നടത്തുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ, അതും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാനായിട്ട് പോവുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിൽ ഒക്കെ നേട്ടമുണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഇന്ന് BJP ഉള്ളത്. നമുക്കറിയാം, ഇന്ന് പ്രധാനമന്ത്രി തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിരുന്നു. കവിത ഇന്നലെയാണ് അറസ്റ്റിലായത്. അതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തവണ വികസനത്തിനും ഒപ്പം അഴിമതിക്കും എതിരായിട്ടുള്ള വോട്ടാണ് ജനങ്ങൾ ചെയ്യേണ്ടത് എന്ന എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കത്ത്, ആ കത്തിലെ ആവശ്യങ്ങൾ, ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഇതിനകം തന്നെ കടന്നിരിക്കുന്നു ദേശീയ രാഷ്ട്രീയം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി താൻ കോൺഗ്രസിൻ്റെ പോരാളി എന്ന നിലയിലാണ് നിൽക്കുന്നത്. പാർട്ടി പറയുന്ന എന്തും അനുസരിക്കും എന്ന വിധത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. അങ്ങനെ ഇരു പക്ഷങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള വിധത്തിൽ പ്രചരണം നടക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോഴും ഈ വലിയ പ്രചരണം BJP നടത്തുന്നെങ്കിലും ആ പ്രചരണത്തിന് അനുബന്ധമായിട്ട് അടിയൊഴുക്കുകൾ ഉണ്ടാകും, പല മേഖലകളിലും അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തൽ കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസ് അത് നേട്ടമാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം അവർ ആകുന്നത്ര ശക്തമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഈ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശിൽ 7
ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ഈ 80-ൽ 80 നേടുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ BJP ശക്തമാക്കുമ്പോൾ ഇത്തവണ 400-ന് മുകളിൽ എന്നുള്ളതാണ് BJPയുടെ മുദ്രാവാക്യം. 370 സീറ്റുകളിലധികം ഒറ്റയ്ക്ക് നേടുക, 400-ലധികം സീറ്റുകൾ NDAക്ക് നേടുക എന്നുള്ള അവരുടെ മുദ്രാവാക്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി പ്രചാരണം ശക്തമായി വ്യാപിപ്പിക്കുന്ന സാഹചര്യം, മോദി തന്നെ അതിന് നേരിട്ടിറങ്ങുന്ന സാഹചര്യം, എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യം. ഇതിനൊക്കെ ഇടയിൽ 400 എന്ന നമ്പറിൽ BJPയുടെ പ്രതീക്ഷകളെ ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ കാണണം? മറ്റൊന്ന്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ചിലയിടങ്ങളിലെങ്കിലും ചർച്ചകൾ പൂർത്തിയാവാനുണ്ടെങ്കിലും ഇന്ത്യ സഖ്യം വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ, അതിനെ ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ കാണണം? ആർക്കെ? ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യഘട്ടത്തിലുണ്ടായ വലിയ ഊർജം ഇപ്പോഴില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒക്കെ മുൻപുണ്ടായിരുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിച്ച് ഏതാണ്ടൊരു സമവായത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനായി അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൻ്റെ കാര്യം മാത്രമാണ് ഇക്കൂട്ടത്തിൽ അപവാദമായിട്ട് ഉള്ളത്. മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അതിനനുബന്ധമായിട്ടുള്ള ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ എത്തിയിരിക്കുന്നു. എല്ലാവരും ഒരു പൊതുധാരണയിൽ എത്തിയിരിക്കുന്നത് തങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ, തങ്ങളുടെ ആശയങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും BJPക്കെതിരായിട്ട് ഉള്ള ഒരു കൂട്ടായ്മയിൽ അത് എന്ത് ത്യജിച്ചുകൊണ്ടായാലും ഒരുമിച്ച് നിൽക്കണം എന്നൊരു ധാരണ ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിൽ ശക്തമായിട്ടുണ്ട്. അതിൽ കെ കവിതയുടെ അറസ്റ്റോടുകൂടി പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ ഇനി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വികാരം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ശക്തമായിട്ടുള്ള പ്രചരണത്തിൻ്റെ രാജ്യത്ത് കാരണമാകും എന്ന് വേണം നമുക്ക് കരുതാൻ. പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഉത്തരേന്ത്യ മൊത്തം ഒരു ക്ലീൻ സ്വിപ്പായി BJPക്ക് ഒപ്പം നിന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലും അവിടുത്തെ ഒരു പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതാണ്ട് 100 മണ്ഡലങ്ങളെങ്കിലും ഈ മേഖലകളിലുണ്ട് എന്നതും വാസ്തവമാണ്. അങ്ങനെ ഒരു പാർട്ടി എന്ന രീതിയിൽ നിൽക്കാതെ ഒരു മുന്നണി എന്ന രീതിയിലേക്ക് നിന്നുകൊണ്ട് ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഇതിന് അനുബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഇതിൽ ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഒരുപക്ഷെ BJPയും തൃണമൂൽ കോൺഗ്രസും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.